നമസ്കാരം. നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു പടം വർഷങ്ങൾക്ക് ശേഷം റിലീസായിരിക്കുകയാണ്. അതെ, സിനിമയുടെ പേരും വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ അതിൻ്റെ റിവ്യൂസ്, നമ്മളൊരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ റിവ്യൂസ് കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രത്യേകിച്ചും എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ്, വലിയ കാര്യമൊന്നുമില്ലെങ്കിൽ കൂടിയും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അശ്വത് കോക്ക്. അപ്പോൾ അശ്വത് കോക്കിൻ്റെ ഒരു റിവ്യൂ കേൾക്കാനിടയായി. ഇപ്പോൾ ഒരു സിനിമയെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം ആ പടം നല്ലതാണ്, ഏറ്റവും സൂപ്പർ ഹിറ്റ് എന്നുള്ള രീതിയിൽ നല്ല റെസ്പോൺസ് എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങേരുടെ റിവ്യൂവിൽ തുടങ്ങുമ്പോൾ തന്നെ നെഗറ്റീവാണ്, ഫുൾ നെഗറ്റീവ്. അങ്ങനെ പറയുന്ന നെഗറ്റീവ് എന്താണെന്നല്ലേ? പ്രണവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതുവരെ അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളിലും ക്യാരക്ടർ മാറും, പേര് മാറും, കഥാസന്ദർഭം മാറും, പക്ഷേ പുള്ളിയായിട്ട് തന്നെയാണ്. ഹൃദയത്തിൽ ഞാൻ കണ്ട അതേ പ്രണവ് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ. ഇതിൽ പ്രായമായിട്ടുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്, ധ്യാൻ ചെയ്ത പോലെ തന്നെ. പക്ഷെ എന്നാൽ ആ പ്രായമായിട്ട് പോലും പ്രണവ് ഇപ്പോഴെത്ര പ്രായത്തിലാണ് നിൽക്കുന്നത്, അതേ തരത്തിലുള്ള കൈൻഡ് ഓഫ് ആക്ടിങ് ആണ് പുള്ളി. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു തമിഴ് സിനിമ തമിഴ്നാട്ടിൽ റിലീസായിട്ടുണ്ടല്ലോ. ഒരു തമിഴ്നാട്ടുകാരൻ പുള്ളിയുടെ റിവ്യൂ കണ്ട് പുള്ളി പറഞ്ഞത് നിങ്ങളത് கேட்டு നോക്കണം. ஒரு படம் பார்த்தா தெரிஞ்சுக்கலாம். இந்த படத்துடைய ஹீரோ பிரணவுக்கு வந்து ஒரு 35 வயசுக்குள்ளே தான் இருக்கும். ஆனால் அவர் வந்து ஒரு 60 வயசு கேரக்டர் பண்ணியிருக்காரு. அந்த 60 வயசு கேரக்டர்னு சும்மா வெள்ளை அடிச்சிட்டுலாம் வந்து நிற்கல. அதுக்கு என்ன மேக்கப்பு, என்ன முடியை வச்சுருக்கிறாங்க, எந்த மாதிரி பாடி லாங்குவேஜ் பண்ணியிருக்காங்க, எந்த மாதிரி நடிச்சிருக்காரு, அதெல்லாம் பாருங்கள். അതേ പോലെ അതുകൊണ്ടാണെന്നറിയാൻ പാടില്ല, നമ്മുടെ കോക്കിന് ചില സമയത്ത് ഇങ്ങനെ ഒരു സൂക്കേടാണ്. ഏതെങ്കിലും പടങ്ങളൊക്കെ നന്നായിട്ട് വിജയിക്കുന്ന പടങ്ങളൊക്കെ ചവിട്ടിത്താഴ്ത്തുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് എനിക്ക് മാത്രം തോന്നണതാണ്.